നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാമത് പട്ടയമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. മലയോര മേഖലയിൽ നിന്നുള്ള പട്ടയ അപേക്ഷകൾ സർക്കാർ വലിയ പ്രാധാന്യത്തോടെയാണ് പരിഗണിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. ചെറുതോണി ടൗൺ ഹാളിൽ നടന്ന ജില്ലാതല പട്ടയമേള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. UDF അധികാരത്തിൽ വന്നാൽ ഇടുക്കി ജില്ലയിലെ മുഴുവൻ ആളുകൾക്കും ഉപാധിരഹിത പട്ടയം നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇടുക്കി ജില്ലയോടുള്ള LDF സർക്കാരിന്റെ അവഗണനയാണ് ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാതിരിക്കുന്നത്. LDF നേതാക്കളുടെ കയ്യേറ്റം കോടതിയിൽ പറയണമെന്നുള്ളതുകൊണ്ടാണ് കോടതിയിൽ അഫിഡവിറ്റ് നൽകാതിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ്. കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ 1 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച റൂസ അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു നിർവഹിച്ചു. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിവരുന്നതെന്ന മന്ത്രി. പരിപാടിയിൽ വെച്ച് വുമൺ അമ്യൂണിറ്റി സെന്ററിന്റെയും സ്ത്രീകളുടെ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനവും നടന്നു. മൂന്നാർ സൂര്യനെല്ലിയിൽ വൻകിട റിസോർട്ടും 3 ഏക്കർ ഭൂമിയും ഒഴിപ്പിച്ചത് വ്യാജരേഖകൾ ചമച്ച് വെള്ളൂക്കുന്നേൽ കുടുംബം കയ്യേറിയിരുന്ന ഭൂമി. നടപടി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന്. വിശദമായ വാർത്തകളിലേക്ക്. മലയോര മേഖലയിൽ നിന്നുള്ള പട്ടയ അപേക്ഷകൾ സർക്കാർ വലിയ പ്രാധാന്യത്തോടെയാണ് പരിഗണിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാമത് പട്ടയമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെറുതോണി ടൗൺ ഹാളിൽ നടന്ന ജില്ലാതല പട്ടയമേള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കുടിയേറ്റ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ 2.5 വർഷ കാലയളവിൽ 1,52,200-ലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണ്. അർഹതയുള്ള എല്ലാവർക്കും പട്ടയമെന്നതാണ് സർക്കാർ ലക്ഷ്യം. ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുള്ള ഇടപെടലുകളാണ് സർക്കാർ നടത്തുന്നത്. പ്രതികൂലമായ സാഹചര്യങ്ങൾ മറികടന്ന് നാടിന്റെ വികസനക്ഷേമ നേട്ടങ്ങളിലൂന്നിയാകും സർക്കാർ മുന്നോട്ടു പോവുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചെറുതോണി ടൗൺ ഹാളിൽ നടന്ന ജില്ലാതല പട്ടയമേള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. അർഹതപ്പെട്ട പട്ടയങ്ങൾ അനുവദിക്കുന്നതിൽ ഒരു രീതിയിലും വിട്ടുവീഴ്ച കാണിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കോടതിയുടെ ഇടപെടൽ കൊണ്ട് മാത്രം മാറ്റി നിർത്തപ്പെടേണ്ടി വന്ന 64 ചട്ടപ്രകാരമുള്ള 3400-ലധികം പട്ടയങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് കൈവശിരിക്കുക. അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായ നടപടി ഗവൺമെന്റ് സ്വീകരിച്ചു കഴിഞ്ഞു. അതുകൂടി കഴിഞ്ഞാൽ ഏകദേശം 4000 പട്ടയവും കൂടി താമസിയാതെ നമ്മുടെ ജില്ലയിൽ നമുക്ക് വിതരണം ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല, നമ്മുടെ ജില്ലയുടെ മറ്റിതര വിഷയങ്ങൾ, വിവിധ തലങ്ങളിലുള്ള പട്ടയ പ്രശ്നങ്ങൾ, തടസ്സപ്പെട്ടു നിന്നിരുന്ന വിഷയങ്ങൾ പരിഹരിച്ചത് ഇവിടെ സൂചിപ്പിച്ചല്ലോ. ഈ പട്ടയം കൊടുക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇവിടെ പട്ടയവുമായി ബന്ധപ്പെട്ട് നമുക്ക് തടസ്സങ്ങൾ നേരിട്ടിരുന്ന ഈ വാഴത്തോപ്പ് പഞ്ചായത്ത് ഉൾപ്പെടെ കഞ്ഞിക്കുഴി, ഉടമ്പന്നൂര്, വെള്ളിയാമറ്റം, അറക്കുളം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലെ തടസ്സങ്ങൾ നീക്കി അവിടെ തയ്യാറാക്കിയ പട്ടയങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കുന്നു. സർവേ നടപടികളെ പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ സർവേ തുടർന്ന് നടത്തി പട്ടയം കൊടുക്കുന്നതിലേക്ക് നമ്മൾ പ്രവേശിക്കുക. പദ്ധതി പ്രദേശത്ത് നൽകി വരുന്ന പട്ടയങ്ങൾ തുടരുന്നു. അതുകൂടാതെ തർക്കമായി നിന്നിരുന്ന ചില പ്രദേശങ്ങൾ നമ്മുടെ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. ആ പ്രദേശങ്ങളിലും പൊന്മുടി ഡാമിൻ്റെ കാശ്മീർ ഏരിയ ഉൾപ്പെടെ അളന്ന് തിരിച്ച് പട്ടയ നടപടികൾ ത്വരിതപ്പെടുത്തുക. 10 ജെയിൻ പ്രദേശം പോലെ 3 ജെയിൻ പ്രദേശം ഉൾപ്പെടെയുള്ള മേഖലയിൽ പട്ടയ നടപടികൾ ത്വരിതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം എത്ര കാലഘട്ടമായിട്ടുള്ള ആവശ്യമായിരുന്നു. കട്ടപ്പന ടൗണിലെ ആദ്യഘട്ടം സർവേ പൂർത്തിയായി. ആ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം കൊടുക്കുന്നതിനുള്ള നടപടികളും ഇതിൻ്റെ ഭാഗമായി ത്വരിതപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങൾ പരിഹരിച്ചു വരുന്ന ഈ സന്ദർഭത്തിൽ പട്ടയ മിഷൻ രൂപീകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ നടത്തുന്ന അഭിമാനകരമായ നേട്ടത്തിൻ്റെ ഭാഗമായി നമ്മുടെ ജില്ലയിൽ മാറുകയാണ്. വിവിധ ഭൂമിപതിവ് ചട്ടങ്ങൾ പ്രകാരം തയ്യാറാക്കിയ 1000 പട്ടയങ്ങളാണ് ജില്ലാതല പട്ടയമേളയിൽ വിതരണം ചെയ്തത്.
താലൂക്ക് ഓഫീസുകൾ, വിവിധ ഭൂമിപതിവ് സ്പെഷ്യൽ ഓഫീസുകൾ എന്നിവ മുഖേന തയ്യാറാക്കിയ 1993 ഭൂമിപതിവ് ചട്ടങ്ങൾ, ജില്ലയിലെ അതിദരിദ്രരായ കുടുംബങ്ങൾക്ക് കണ്ടെത്തിയ ഭൂമിക്കുള്ള പട്ടയങ്ങൾ, രാജീവ് ദശലക്ഷം പദ്ധതി പ്രകാരം ഹൗസിംഗ് ബോർഡ് ഭവന പദ്ധതി നടപ്പാക്കിയ ഗുണഭോക്താക്കൾക്കുള്ള പട്ടയങ്ങൾ, വനാവകാശ രേഖകൾ, ലാൻഡ് ട്രൈബ്യൂണൽ ക്രയ സർട്ടിഫിക്കറ്റുകൾ, മുനിസിപ്പൽ പ്രദേശത്തെ പട്ടയങ്ങൾ, ഹൈറേഞ്ച് കോളനൈസേഷൻ സ്കീം പട്ടയങ്ങൾ തുടങ്ങിയവയാണ് മേളയിൽ വിതരണം ചെയ്തത്. പരിപാടിയിൽ ഡീൻ കുര്യാക്കോസ് MP, വാഴൂർ സോമൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു, ജില്ലാ കളക്ടർ ഷീബ ജോർജ്, ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. UDF അധികാരത്തിൽ വന്നാൽ ഇടുക്കി ജില്ലയിലെ മുഴുവൻ ആളുകൾക്കും ഉപാധിരഹിത പട്ടയം നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഭൂമി പ്രശ്നങ്ങളും കർഷകരുടെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ നടപടിയുണ്ടാകും. ഇടുക്കി ജില്ലയോടുള്ള LDF സർക്കാരിന്റെ അവഗണനയാണ് ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാതിരിക്കുന്നത്. LDF നേതാക്കളുടെ കയ്യേറ്റം കോടതിയിൽ പറയണമെന്നുള്ളതുകൊണ്ടാണ് കോടതിയിൽ അഫിഡവിറ്റ് നൽകാതിരുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കട്ടപ്പനയിൽ പറഞ്ഞു. ഈ പട്ടയ പ്രശ്നങ്ങൾക്കൊക്കെ ശാശ്വത പരിഹാരമായി UDF അധികാരത്തിൽ വന്നാൽ ഇടുക്കി ജില്ലയിലെ മുഴുവൻ ആളുകൾക്കും ഉപാധിരഹിത പട്ടയം കൊടുക്കും. എഴുതി വെച്ചോളാം പറ, എഴുതി. പിണറായി വിജയൻ ഈ സ്റ്റേജിൽ നിന്ന് പറഞ്ഞതുപോലെയല്ല. 21 ഇലക്ഷന് മുമ്പ് UDF അധികാരത്തിൽ വന്നാൽ ഉപാധിരഹിത പട്ടയം. എല്ലാ സങ്കടങ്ങളും മാറ്റും. ഭൂമി പ്രശ്നങ്ങളും കർഷകരുടെ പ്രശ്നങ്ങളും അടക്കമുള്ള പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകും. ധൈര്യമായിട്ടിരിക്കുക. പിണറായി വിജയന്റെ മകളുടെ കമ്പനിക്ക് പണം കണ്ടെത്തിയത് ഭാര്യ സർവീസിൽ നിന്നും പിരിഞ്ഞപ്പോൾ കിട്ടിയ ആനുകൂല്യം കൊണ്ടാണെന്ന് പറയുന്നത് വിരോധാഭാസമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. കട്ടപ്പനയിലെത്തിയ സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയിലെ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടുംബത്തിന് പണം ഉണ്ടാക്കുകയാണ് പിണറായി വിജയന്റെ ലക്ഷ്യം. എക്സാലോജി കെട്ടിപ്പൊക്കാൻ കോടികളാണ് ചിലവിട്ടത്. നാട് നന്നാവണമെന്നില്ല പിണറായി വിജയന്. തനിക്കും മക്കൾക്കും പണം ഉണ്ടാക്കുക മാത്രമാണ് പിണറായി വിജയന്റെ ലക്ഷ്യമെന്നും K സുധാകരൻ ആരോപിച്ചു. പക്ഷേ ഇവിടെ ഒരു ഭരണമില്ലാത്ത നാടാക്കി നിർത്താൻ നമുക്ക് സാധിക്കുമോ? അതുകൊണ്ട് പിണറായിക്കെതിരെയുള്ള പോരാട്ടം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമായി കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനത്തെ നെഞ്ചിലേറ്റാൻ അതുവഴി സമരമുറയുമായി സമരമാർഗത്തിലേക്ക് നിങ്ങൾ കടന്നു വരാൻ, സമരാഗ്നിയുടെ തീച്ചൂള നിങ്ങൾ ഏറ്റെടുക്കാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുന്നു. നമുക്ക് ഡു ഓർ ഡൈ. ഗാന്ധിജി പറഞ്ഞതുപോലെ ഒന്നുകിൽ നിങ്ങൾ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ മരിക്കണം. കേരളത്തിലെ ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന ഒരു അവകാശവും കിട്ടുന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന ഒരു സഹായവും ഒരു സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല. അത്തരം ഒരു സർക്കാർ ഇവിടെ എന്തിനാണ്? സമരാഗ്നിയിലെത്തിയ നേതാക്കൾക്ക് ആവേശോജ്വലമായ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയത്. കട്ടപ്പനയിലെത്തിയ KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും തുറന്ന ജീപ്പിലാണ് സ്വീകരണ വേദിയിലേക്ക് അനയിച്ചത്. സ്വാഗത സംഘം ചെയർമാൻ EM അഗസ്തി അധ്യക്ഷനായിരുന്നു. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ, DCC പ്രസിഡന്റ് CP മാത്യു, UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, KPCC ഭാരവാഹികളായ അഡ്വക്കേറ്റ് S അശോകൻ, ജോസി സെബാസ്റ്റ്യൻ, ഇബ്രാഹിംകുട്ടി കല്ലാർ, തോമസ് രാജൻ, MN ഗോപി, KJ ബെന്നി, ജേസൺ K ആന്റണി, KB സെൽവം, അരുൺ പൊടിപാറ, ബിജോ മാണി, ഷാജി പൈനാടത്ത, PR അയ്യപ്പൻ, G മുരളീധരൻ, തോമസ് മൈക്കിൾ, മനോജ് മുരളി തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിവരുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു. കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ 1 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച റൂസ അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനവും വുമൺ അമ്യൂണിറ്റി സെന്ററിന്റെയും സ്ത്രീകളുടെ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം സമൂലവും സമഗ്രവുമായ പരിവർത്തനങ്ങളിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിലും അക്കാദമിക ഗുണമേന്മയിലും കാര്യമായ നിലയിൽ ഗുണാത്മകമായിട്ടുള്ള പരിവർത്തനങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് സർക്കാരിന്റെ ദൃഢനിശ്ചയം. നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരളത്തെ
ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കുക എന്ന ആ ലക്ഷ്യം വലിയ പരിഗണനയോടുകൂടിയാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. വിദ്യാഭ്യാസത്തിനും തൊഴിലിനും ഇടയിലുള്ള സ്കിൽ ഗ്യാപ്പ് നികത്തുന്നതിന് അസാപ് പോലെയുള്ള പദ്ധതികളും വിജയകരമായി നടപ്പാക്കുന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു. 1 കോടി രൂപയുടെ അക്കാദമിക് ബ്ലോക്ക്, കാർഷെഡ്, വുമൻസ് എംപ്ലോയബിലിറ്റി സെന്റർ, ടോയ്ലറ്റ് സമുച്ചയം എന്നിവയുടെ ഉദ്ഘാടനമാണ് ഓൺലൈനായി നടന്നത്. കോളേജ് ലൈബ്രറി ഹാളിൽ വെച്ച് നടന്ന ഉദ്ഘാടന യോഗത്തിന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു. ആധുനിക ലൈബ്രറി സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കട്ടപ്പന ഗവൺമെന്റ് കോളേജ് മികവിന്റെ പാതയിലാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. എല്ലാ കുട്ടികൾക്കും ഒരേപോലെ പഠിച്ചു വളരാനുള്ള അവസര സ്വാതന്ത്ര്യം നമ്മുടെ വിദ്യാഭ്യാസ വളർച്ചയിലെ പ്രധാനപ്പെട്ട കാര്യം. ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കുന്ന വേണ്ടി തുടങ്ങിയിട്ടില്ലേ? നമ്മുടെ സർവകലാശാലകൾ, നമ്മുടെ കോളേജുകൾ, അതെല്ലാം മികവിന്റെ കേന്ദ്രങ്ങളായി മാറും. തുടർന്ന് ശിലാഫലകവും മന്ത്രി അനാച്ഛാദനം ചെയ്തു. സംസ്ഥാനത്തെ മികച്ച NCC യൂണിറ്റിനുള്ള പുരസ്കാരം ANO ക്യാപ്റ്റൻ ടോജി ഡൊമിനിക് ഏറ്റുവാങ്ങി. കോളേജിന് പുതിയ ഓഡിറ്റോറിയം പണിതു നൽകുമെന്ന ചടങ്ങിൽ വെച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ കുട്ടികൾക്ക് ഉറപ്പ് നൽകി. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ സുധീർ K IAS ഓൺലൈനായി പരിപാടിയിൽ പങ്കെടുത്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ V കണ്ണൻ, PTA വൈസ് പ്രസിഡന്റ് KC ബിജു, റൂസ കോർഡിനേറ്റർ ഡോക്ടർ സിമി സെബാസ്റ്റ്യൻ, യൂണിയൻ ചെയർമാൻ അമൽ ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. മൂന്നാർ സൂര്യനെല്ലിയിൽ വൻകിട റിസോർട്ടും 3 ഏക്കർ ഭൂമിയും ഒഴിപ്പിച്ചു. വ്യാജരേഖകൾ ചമച്ച് വെള്ളൂക്കുന്നേൽ കുടുംബം കയ്യേറിയിരുന്ന ഭൂമിയാണ് ഒഴിപ്പിച്ചത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. സൂര്യനെല്ലിയിൽ വെള്ളൂക്കുന്നേൽ ജിജീസ് കറിയ, ഭാര്യ അനിത ജിജി എന്നിവർ കൈവശം വെച്ചിരുന്ന ഭൂമിയാണ് സബ് കളക്ടർ അരുൺ S നായരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം ഒഴിപ്പിച്ചത്. ചിന്നക്കനാൽ വില്ലേജിൽ സർവേ നമ്പർ 34/1 ഭൂമിക്ക് വ്യാജ പട്ടയവും തണ്ടപ്പേരും ചമച്ച ഇവർ കൈവശപ്പെടുത്തുകയായിരുന്നു. ഈഗിൾ നെസ്റ്റ് എന്ന പേരിൽ റിസോർട്ടും നടത്തിയിരുന്നു. ഭൂമിയുടെ പട്ടയം വ്യാജമാണെന്ന് കണ്ടെത്തിയ ഉടുമ്പൻചോല തഹസിൽദാർ പട്ടയം റദ്ദാക്കിയിരുന്നു. തുടർന്ന് ഇവർ ലാൻഡ് റവന്യൂ കമ്മീഷനെ സമീപിച്ചെങ്കിലും അപേക്ഷ നിരസിച്ചു. ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിട്ട് കോടതി തള്ളുകയും ഭൂമി തിരികെ സർക്കാരിൽ ഏൽപ്പിക്കാൻ കോടതി 1 മാസം സമയം അനുവദിക്കുകയുമായിരുന്നു. ഈ കാലാവധി അവസാനിച്ചതോടെയാണ് റവന്യൂ വകുപ്പ് നടപടി സ്വീകരിച്ചത്. ഇപ്പോൾ ഇത് വ്യാജ പട്ടയത്തിന്റെ പേരിൽ കൈവശം വെച്ചിരുന്ന ഭൂമിയാണ് ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുള്ളത്. ഏകദേശം 3 ഏക്കർ സ്ഥലവും അതുപോലെ തന്നെ അതിനകത്ത് ഉൾപ്പെട്ടിരുന്ന റിസോർട്ടുമാണ് ഇപ്പോൾ ഒഴിപ്പിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് ഉണ്ടായിരുന്നതാണ്. ഹൈക്കോടതി ഈ കേസ് തള്ളുകയും 1 മാസത്തിനകം കക്ഷിയോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അത് പാലിക്കാതെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. 3-ാം ദൗത്യത്തിന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കേസാണിത്. തുടർന്നുള്ള കേസുകൾ നിയമ നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഒഴിപ്പിക്കൽ നടപടികൾ ഉണ്ടായിരിക്കും. റിസോർട്ടും സെക്യൂരിറ്റി ക്യാബിനും അടക്കം 5 കെട്ടിടങ്ങൾ സീൽ ചെയ്തു. സർക്കാർ ഭൂമി വ്യാജരേഖ ചമച്ച് തട്ടിയെടുത്തവർക്കെതിരെ ക്രിമിനൽ അന്വേഷണം നടത്താനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. മൂന്നാർ ദൗത്യത്തിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളിൽ വിധി ഉണ്ടാകുന്ന മുറയ്ക്ക് തുടർ ഒഴിപ്പിക്കൽ നടപടികൾ സ്വീകരിക്കുമെന്നും ദൗത്യസംഘം വ്യക്തമാക്കി. കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിലെ 313 എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ശമ്പളം കിട്ടാൻ വഴിയൊരുങ്ങുന്നു. ഫയലുകൾ തീർപ്പാക്കാൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കീഴിൽ ഒഴിഞ്ഞുകിടന്ന പേഴ്സണൽ അസിസ്റ്റന്റ് തസ്തികയിൽ പുതിയ ആളെ നിയമിച്ചാണ് വിദ്യാഭ്യാസ വകുപ്പ് നടപടി സ്വീകരിച്ചത്. പൊതുപ്രവർത്തകനായ ബാബു മേച്ചേരിക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയെ തുടർന്നാണ് 313 അധ്യാപകർക്ക് വർഷങ്ങളായി ശമ്പളം ലഭിക്കുന്നില്ലെന്ന വിവരം പുറത്തറിയുന്നത്. തുടർന്ന് അധ്യാപകരുടെ ദുരിതം മാധ്യമങ്ങൾ വാർത്തയാക്കി. ഇതോടെയാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കീഴിൽ ഒഴിഞ്ഞുകിടക്കുന്ന പേഴ്സണൽ അസിസ്റ്റന്റ് തസ്തികയിൽ പുതിയ ആളെ നിയമിച്ച പ്രശ്നം പരിഹരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നടപടി സ്വീകരിച്ചതെന്ന് പൊതുപ്രവർത്തകനായ ബാബു മേച്ചേരി പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പില് കട്ടപ്പന DEOയുടെ കീഴിൽ നിരവധി അധ്യാപകർക്ക് ശമ്പളം കിട്ടുന്നില്ല എന്നുള്ള പരാതി വന്നിരുന്നു. അപ്പോൾ ഞാൻ വിവരാവകാശം വെച്ചപ്പോഴാണ് 313 അധ്യാപകർക്ക് കിട്ടുന്നില്ല ശമ്പളം കിട്ടുന്നില്ല എന്നുള്ള വിവരം ലഭിച്ചത്. അതനുസരിച്ച് വിദ്യാഭ്യാസ വകുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു. മാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്നു. ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും എല്ലാം വാർത്തകൾ വന്നു. അപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് കട്ടപ്പന DEO ഓഫീസിൻ്റെ കീഴിൽ അസിസ്റ്റൻ്റ് ഇല്ലാത്തതാണ് അതിൻ്റെ കാരണമെന്നാണ്. ജോലി നടക്കാത്തതാണ് അതിൻ്റെ കാരണമെന്ന് മനസ്സിലാകുന്നത്. അത് വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇപ്പോൾ അവിടെ ആ തസ്തിക പരിഹരിച്ചു. പുതിയ ആളിനെ പോസ്റ്റ് ചെയ്തിട്ടുള്ള സർക്കിളുകൾ നമുക്ക് അയച്ചു തരികയും ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഈ ശമ്പളം ഇല്ലാത്ത അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നതാണെന്നാണ് DEO ഓഫീസിൽ നിന്ന് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. എല്ലാവർക്കും തന്നെ
ശമ്പളം ലഭിക്കാനുള്ള സമയപരിധിക്ക് ഉള്ളിൽ തന്നെ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തസ്തിക മാറ്റം, സ്കൂൾ മാറ്റം എന്നിവ നടക്കുന്നതിന് മുൻപ് ശമ്പളം ലഭിച്ചിരുന്ന അധ്യാപകരാണ് നിലവിൽ ശമ്പളം കിട്ടാത്തവരിൽ ഭൂരിഭാഗവും. പുതിയ നിയമനം കിട്ടിയ അധ്യാപകരും ഇക്കൂട്ടത്തിലുണ്ട്. ഒരു സ്കൂളിലെ 11-ൽ 8 അധ്യാപകർക്ക് ശമ്പളം കിട്ടാത്ത അവസ്ഥയുണ്ടായിരുന്നു. കുടുംബം പോറ്റാൻ അവധി ദിവസം കൂലിപ്പണിക്ക് പോകുന്ന അധ്യാപകരും ഇവർക്കിടയിലുണ്ട്. പ്രതികാര നടപടി ഭയന്ന് ഇക്കാര്യം പുറത്തു പറയുകയോ പ്രതിഷേധിക്കുകയോ ചെയ്യാൻ അധ്യാപകർ മടിക്കുകയായിരുന്നു. തീരുമാനമെടുക്കേണ്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ഉദ്യോഗസ്ഥർ ഇല്ലാതെ വന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ആർ വിജയ പറഞ്ഞു. ഒഴിവിലേക്ക് ആളെ നിയമിച്ച ഉത്തരവായിട്ടുണ്ടെന്നും താമസിക്കാതെ ശമ്പള പ്രശ്നം പരിഹരിക്കുമെന്നും DDE വ്യക്തമാക്കി. ജീവിതാനുഭവങ്ങളെ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ കാണാൻ കഴിയുമ്പോഴാണ് വിശ്വാസത്തിൽ വളരാൻ കഴിയുന്നതെന്ന് ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നിൽ. ഇടുക്കി രൂപതാ ബൈബിൾ കൺവെൻഷന് കൃപാഭിഷേകം ഇരട്ടയാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രലോഭനങ്ങൾ കടന്നു വരുന്നതിൽ നാം മരുഭൂമിയിലാണെങ്കിലും, ഭവനത്തിലാണെങ്കിലും, സ്കൂളിലാണെങ്കിലും, കൃഷിസ്ഥലത്തിലാണെങ്കിലും, പള്ളിയിലാണെങ്കിലും പ്രലോഭനങ്ങൾ പല രീതിയിൽ കടന്നു വരും. ശരീരത്തിന്റെ പ്രലോഭനം ഉണ്ടാവും, അധികാരത്തെ കുറിച്ചുള്ള പ്രലോഭനം ഉണ്ടാവും, സമ്പത്തിനെ കുറിച്ചുള്ള പ്രലോഭനം ഉണ്ടാകും, അഹന്തയുടെ പ്രലോഭനം ഉണ്ടാകും, ദുരാഗ്രഹത്തിന്റെ പ്രലോഭനം ഉണ്ടാകും, ജഡത്തിന്റെ ദുരാശകൾ ഉണ്ടാകും. കാരണം എന്താണ്? മനുഷ്യനാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന സാഹചര്യം മരുഭൂമിയിലല്ല, നമ്മൾ ജീവിക്കുന്ന കുടുംബങ്ങളിലാണ്. നമ്മുടെ മക്കൾ ജീവിക്കുന്ന ഒരുപാട് പ്രലോഭനങ്ങളുടെ മധ്യേയാണ്. നമ്മൾ തന്നെ ആയിരിക്കുന്നത് മാത്രം സംവേദന ക്ഷമതയുടെ ഉള്ളിലാണ്. എന്തുമാത്രം കമ്മ്യൂണിക്കേഷൻ രീതികളാണ് അല്ലെ? മനുഷ്യരെല്ലാം ഒരു ചെറിയ വാർത്തയുണ്ടാകുമ്പോൾ ആ വാർത്ത എല്ലാവരും അറിയുന്നു. രൂപതാ വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് പ്ലാജിക്കൽ, മോൺസിഞ്ഞോർ എബ്രഹാം പൊറയാറ്റ് എന്നിവർ കുർബാനയിൽ സഹകാർമ്മികരായിരുന്നു. പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപ യാചിച്ചുകൊണ്ടും അവിടുന്ന് നമ്മുടെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടും. അണക്കര മരിയൻ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളമനാലാണ് കൺവെൻഷൻ നയിക്കുന്നത്. കർത്താവിന്റെ മുമ്പിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിക്കാം. വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ബന്ധനങ്ങളും എല്ലാ പ്രശ്നങ്ങളും ചുരുട്ടുകൊടുക്കുക. നമ്മുടെ ഈ ദേശത്തെ പൂർണ്ണമായിട്ട് കിട്ടാൻ കൂടുതൽ പ്രാർത്ഥിക്കാം. ഇരട്ടയാറ് ഇടവകയിൽ ചുറ്റുമുള്ള എല്ലാ ഇടവകകളെയും പ്രത്യേകമായിട്ട് നമ്മൾ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയും അനുഗ്രഹവും ധാരാളമായിട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് തീവ്രമായിട്ട് ആഗ്രഹിക്കുകയും. രണ്ടാം ദിവസം കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. മാർ ജോസഫ് അരുമച്ചടത്ത, മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ എന്നിവർ വിവിധ ദിവസങ്ങളിൽ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. കൺവെൻഷന് ശേഷം ആളുകൾക്ക് തിരികെ പോകാനുള്ള വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഞായറാഴ്ച കൺവെൻഷൻ സമാപിക്കും. കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഭക്ഷണശാലകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. ടൗണിൽ പ്രവർത്തിക്കുന്ന 5 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ മീൻ വറുത്തതും ബിരിയാണിയും ചോറുമാണ് പിടികൂടിയത്. നഗരത്തിലെ 12 ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ 5 ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. മീൻ വറുത്തത്, ബിരിയാണി, ചോറ്, മീൻകറി, ഇറച്ചിക്കറി, വെജിറ്റബിൾ കറി തുടങ്ങിയ ഭക്ഷണ സാധനങ്ങളാണ് ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്തത്. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പറഞ്ഞു. കട്ടപ്പന നഗരസഭയിലെ വിവിധ ഹോട്ടലുകളിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുകയുണ്ടായി. നമ്മുടെ എല്ലാ മാസത്തിലുള്ള റൂട്ടിന് പരിശോധനയുടെ ഭാഗമായിട്ടുള്ള പരിശോധനയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ വേനൽക്കാലം അടുത്തതോടുകൂടി നമ്മൾ വെള്ളത്തിൻ്റെ ശുചീകരണം, പൊതുവായിട്ടുള്ള ശുചീകരണം, അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ വൃത്തിയായിട്ട് കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിശോധന ഉണ്ടായത്. ഏതായാലും വിവിധ ഹോട്ടലുകൾ പരിശോധിച്ചതിൽ കുറേയധികം ഹോട്ടലുകളിൽ പഴയ ഭക്ഷണം, തലേദിവസത്തെ ഭക്ഷണം അവർ സൂക്ഷിച്ചിരുന്നു. അത് നമ്മൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചിട്ടുള്ളതാണ്. ബന്ധപ്പെട്ട കക്ഷികൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട നോട്ടീസ് നമ്മൾ നഗരസഭയിൽ നിന്ന് നൽകും. അതിൻ്റെ തുടർ നടപടികൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കും. ഈ പ്രദേശത്ത് നമ്മുടെ നഗരസഭാ പ്രദേശ ഹോട്ടലുകളെ പോലും ശ്രദ്ധിക്കുന്നത് ഈ സമയം എന്ന് പറയുന്നത്
പകർച്ചവ്യാധികൾ വേനൽ അടുത്തോടുകൂടി മറ്റ് ജലജന്യ രോഗങ്ങളെല്ലാം പകരാൻ സാധ്യതയുള്ള സന്ദർഭമാണ്. യാതൊരു കാരണവശാലും പഴയ ഭക്ഷണങ്ങൾ ഹോട്ടലിൽ സൂക്ഷിക്കാൻ പാടില്ല. അത്തരം പഴയ ഭക്ഷണം തലേദിവസത്തെ ഭക്ഷണം ഉണ്ടെങ്കിൽ അതെടുത്ത് ഡിസ്പോസ് ചെയ്തതിന് ശേഷം മാത്രമേ ഹോട്ടലടച്ച് പോകാവൂ. രാവിലെ പുതിയ ഫ്രഷായിട്ടുള്ള ഭക്ഷണം നഗരത്തിലെത്തുന്ന ജനങ്ങൾക്ക് നൽകാൻ ഹോട്ടൽ ഉടമകൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ അത്തരത്തിലുള്ള നല്ല മികച്ച ഒരു സർവീസ് ഹോട്ടലിൽ നടത്തുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ തുടർന്നും ഇത്തരം പരിശോധന ഉണ്ടാകും. പരിശോധന കാണുന്ന അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒഫൻസ് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായ നടപടി സ്വീകരിക്കുന്നതാണ്. ആദ്യ തവണയായതിനാൽ ഹോട്ടലുകളുടെ പേര് വെളിപ്പെടുത്തുന്നില്ലെന്നും പിഴ ഈടാക്കിയതായും അധികൃതർ അറിയിച്ചു. നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ജിൻസിറിയക്, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രശാന്ത് ഡി, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബി രഞ്ജിത്ത്, അനുപ്രിയ, സൗമ്യനാഥ് GP എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്. വേനൽ കടുത്ത അവസരത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ നടത്തുമെന്നും ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. കമ്പംമെട്ട് തണ്ണിവളവിൽ പിക്കപ്പ് മറിഞ്ഞ ഒരാൾ മരിച്ചു. കമ്പം സ്വദേശിയാണ് മരിച്ചത്. രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. വൈക്കോലുമായി കമ്പത്തു നിന്നും മന്തിപ്പാറയ്ക്കെത്തിയ പിക്കപ്പ് വാഹനത്തിലെ ഡ്രൈവറുടെ സഹായിയാണ് ദാരുണമായി മരിച്ചത്. കയറ്റം കയറി വന്ന വാഹനം നിന്നുപോയതിനെ തുടർന്ന് സഹായി വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി വാഹനം പുറകോട്ട് പോകാതിരിക്കുവാൻ ടയറിന് പുറകിൽ തടിക്കഷ്ണം വെച്ച് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പുറകോട്ടുരുണ്ട വാഹനം ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ കൂടി കയറിയിറങ്ങുകയായിരുന്നു. മൃതദേഹം കമ്പം സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. നെടുങ്കണ്ടം തൂക്കുപാലത്ത് 17-കാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചോറ്റുപാറ ചില്ലുപാറ കപ്പിത്താൻ പറമ്പിൽ അശ്വതിയെയാണ് വീടിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. നെടുങ്കണ്ടം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഉച്ചയോടുകൂടിയാണ് സംഭവം നടന്നത്. മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയത്താണ് സംഭവം നടന്നതെന്നാണ് കരുതുന്നത്. രാവിലെ മാതാപിതാക്കളും അതിനുശേഷം മുത്തശ്ശിയും ജോലിക്ക് പോയി. ഈ സമയം അശ്വതി വീട്ടിലുണ്ടായിരുന്നു. വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന അശ്വതിയെ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നെടുങ്കണ്ടത്തെ സ്വകാര്യ കോളേജിലെ +2 വിദ്യാർത്ഥിനിയാണ് അശ്വതി. നെടുങ്കണ്ടം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വേനൽ ശക്തമായതിനെ തുടർന്ന് തൊഴിലാളികളുടെ ജോലി സമയം പുനർക്രമീകരിച്ച ജില്ലാ കളക്ടറുടെ ഉത്തരവ്. തുറസായ സ്ഥലങ്ങളിൽ വെയിലത്ത് പണിയെടുക്കുന്ന എല്ലാ തൊഴിലാളികൾക്കും ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ വിശ്രമ സമയമായിരിക്കും. തോട്ടം മേഖലയിലും തൊഴിലുറപ്പ് ജോലി ചെയ്യുന്നവരും ഉൾപ്പെടെയുള്ളവരുടെ ജോലി സമയം രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയുള്ള സമയത്തിനുള്ളിൽ 8 മണിക്കൂറായിരിക്കും. ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് രാവിലത്തെ ഷിഫ്റ്റ് ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിക്കുന്ന തരത്തിലും ഉച്ചകഴിഞ്ഞുള്ള ഷിഫ്റ്റ് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ആരംഭിക്കുന്ന തരത്തിലും പുനർക്രമീകരിക്കണം. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടിയിൽ കൂടുതൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യാഘാതമുണ്ടാകാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങൾക്ക് ഈ നിർദ്ദേശം ബാധകമല്ല. തൊഴിലാളികൾക്ക് നിർജ്ജലീകരണം ഒഴിവാക്കുന്നതിന് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ, പ്രവൃത്തിയിടങ്ങളിൽ തൊഴിലാളികൾക്ക് വിശ്രമിക്കുന്നതിനുള്ള ഷെഡ്, പ്രഥമ ശുശ്രൂഷ സൗകര്യം എന്നിവ തൊഴിൽ ഉടമകൾ ഉറപ്പാക്കണം. ഈ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനും തൊഴിലിടങ്ങളിൽ ദൈനംദിന പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും ജില്ലാ ലേബർ ഓഫീസറെ കളക്ടർ ചുമതലപ്പെടുത്തി. കട്ടപ്പന ഗവൺമെന്റ് കോളേജ് ഇനി സമ്പൂർണ്ണ സൗരോർജ്ജ കലാലയം. 70 കിലോവാട്ട് ശേഷിയുള്ള സൗരോർജ്ജ പവർ പ്ലാന്റാണ് 62 ലക്ഷം രൂപ മുതൽ മുടക്കിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പ്ലാന്റിന്റെ പ്രവർത്തനോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. സർക്കാർ ഏജൻസിയായ അനർട്ടിന്റെ മേൽനോട്ടത്തിലാണ് 70 കിലോവാട്ട് ശേഷിയുള്ള സൗരോർജ്ജ പവർ പ്ലാന്റ് 62 ലക്ഷം രൂപ മുതൽ മുടക്കിൽ കോളേജിൽ സ്ഥാപിച്ചിരിക്കുന്നത്. നിലവിൽ പ്രതിദിനം 350 യൂണിറ്റ് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകും. പ്രധാന ബ്ലോക്കിന്റെ മുകളിലാണ് 7000 സ്ക്വയർ ഫീറ്റിൽ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. കോളേജിലെ പ്രധാന ബ്ലോക്കും മലയാളം, സയൻസ് എന്നീ ബ്ലോക്കുകളുമാണ് ഓൺഗ്രിഡ് സംവിധാനത്തിൽ 70 കിലോവാട്ട് ശേഷിയുടെ പരിധിയിലുള്ളത്. കോളേജ് ക്യാമ്പസിലെ ഉപയോഗത്തിന് ശേഷമുള്ള വൈദ്യുതി KSEBക്ക് നൽകുന്നതിലൂടെ പദ്ധതി ഒരു വരുമാന സ്രോതസ് കൂടിയാകും. സൗരോർജ്ജ പവർ പ്ലാന്റിന്റെ പ്രവർത്തനോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. കേരളത്തിൽ ഒരുപക്ഷെ ഗവൺമെൻറ് കോളേജുകളിൽ സ്വയം പൂർണ്ണമായും വൈദ്യുതി സംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയത്തക്ക വിധത്തിൽ സോളാർ പ്ലാന്റ് നിർമ്മിച്ച് മാതൃകയാവുകയാണ് കട്ടപ്പന ഗവൺമെൻറ് കോളേജ്. 62 ലക്ഷം രൂപ മുടക്കുള്ള ഈ പദ്ധതിയിലൂടെ 70 മെഗാവാട്ട് ഉൽപ്പാദന ശേഷിയാണ് കണക്കാക്കുന്നത്. ഒരുപക്ഷെ ഇതൊരു വലിയ സംഭവമാണ്. നമ്മുടെ ഈ രംഗത്ത് നടത്തുന്ന ഈ പ്രവർത്തനം പരിസ്ഥിതി സംരക്ഷണത്തിനും സാമൂഹിക അവബോധത്തിനും ഒക്കെ വലിയ രീതിയിൽ അർത്ഥം കൽപ്പിക്കുന്ന
വലിയൊരു പദ്ധതിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഗവൺമെൻറ് കോളേജ് വളർച്ചയുടെ പാതയിൽ സ്വയം പര്യാപ്തത ആർജിക്കുന്ന വിവിധ ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിൽ സുപ്രധാനപ്പെട്ട ഒന്നാണ് പവർ. ഊർജ്ജ സംരക്ഷണവും അതിനാവശ്യമായ സൗകര്യങ്ങളും രൂപപ്പെടുത്താൻ സ്വയമേവ കണ്ടെത്തി അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് നടപ്പിലാക്കിയ ഈ പദ്ധതിക്ക് എല്ലാവിധമായ ആശംസകൾ നേരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനും സാമൂഹിക അവബോധത്തിനും അർത്ഥം കൽപ്പിക്കുന്നതിനുമൊപ്പം സ്വയം പര്യാപ്തതയുടെ മാതൃകയാണ് കോളേജിൽ നടപ്പാക്കിയ പദ്ധതിയെന്ന മന്ത്രി അഭിപ്രായപ്പെട്ടു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി കണ്ണൻ, PTA വൈസ് പ്രസിഡന്റ് KC ബിജു, റൂസ കോർഡിനേറ്റർ ഡോക്ടർ സിമി സെബാസ്റ്റ്യൻ, യൂണിയൻ ചെയർമാൻ അമൽ ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള റവന്യൂ വകുപ്പിന്റെ അവാർഡ് കട്ടപ്പന വില്ലേജ് ഓഫീസർക്ക്. കട്ടപ്പന പേഴുങ്കവല മണക്കാട്ട് MJ ജോർജ് കുട്ടിക്കാണ് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചത്. 1.5 വർഷം മുമ്പാണ് ജോർജ് കുട്ടി കട്ടപ്പന വില്ലേജ് ഓഫീസറായി എത്തുന്നത്. കട്ടപ്പന വില്ലേജ് ഓഫീസറായ MJ ജോർജ് കുട്ടി 1.5 വർഷം മുമ്പാണ് കട്ടപ്പനയിൽ ചാർജ് എടുത്തത്. കട്ടപ്പനയിലെ കരംപിരിവിലും വില്ലേജ് ഓഫീസിലെത്തുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി നൽകുന്ന കാര്യത്തിലും എടുത്ത നിലപാടാണ് ജോർജ് കുട്ടിയെ അവാർഡിലേക്ക് നയിച്ച ഘടകങ്ങളിൽ പ്രധാനം. 262 കുടുംബങ്ങളുടെ ഭൂമി തരം മാറ്റുന്നതിന് തീരുമാനം എടുക്കുകയും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തു. ഇതാണ് ജോർജ് കുട്ടിയുടെ നേട്ടം. ജോലി ചെയ്ത എല്ലാ വില്ലേജ് ഓഫീസുകളിലും ജനങ്ങളുടെ പ്രീതിക്കുടമയാണ് ഇദ്ദേഹം. ഈ അവാർഡ് സർവീസിൽ നിന്നും പിരിഞ്ഞാലും ജീവിതം മുന്നോട്ട് നയിക്കാൻ പ്രചോദനമാകുമെന്ന് ജോർജ് കുട്ടി പറഞ്ഞു. ഇവിടെ ഇങ്ങനെ പ്രപ്പോസൽ കൊടുക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ പ്രപ്പോസൽ കൊടുത്തു. പിന്നെ നമ്മുടെ ഓവറോൾ പെർഫോമൻസ് എപ്പോഴും ഞങ്ങൾ ജില്ലയിൽ ഒന്നാമതായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യവും ഈ വർഷം ഏറ്റവും കൂടുതൽ RR വിളിച്ചത് ഇടുക്കി ജില്ലയിൽ നമ്മൾ. അതിനുള്ള അവാർഡ് കിട്ടിയത് ജില്ലാ കളക്ടറുടെ അവാർഡൊക്കെ കിട്ടിയതാണ്. അതുപോലെ ലാൻഡ് റവന്യൂള്ള ഏറ്റവും കൂടുതൽ കളക്ഷൻ നമുക്കാണ്. ബിൽഡിങ്സ് ആണെങ്കിലും കൂടുതൽ ഇവിടെയാണ്. ലക്ഷറി ടാക്സ് ഉള്ള ബിൽഡിംഗ് ഉണ്ട്, അത് ഏറ്റവും കൂടുതൽ ഇടുക്കി ജില്ലയിൽ നമ്മളിവിടെയാണ്. അതിൻ്റെ എല്ലാം കളക്ഷൻ എല്ലാം ഒരു പെൻഡിങ് ഇല്ലാതെ പോകുന്നു. അപ്പൊ അതൊക്കെ നേരത്തെ വളരെ പെൻഡിങ്ങിലൊക്കെ കിടന്നായി. 188 വീടുകളുണ്ട് ലക്ഷറി ടാക്സ് അടയ്ക്കുന്നത് ഒരു വർഷം. അത് തന്നെ 10-60 പെൻഡിങ് ആയിരുന്നു. ഈ വർഷമാണ് ഞാനതെല്ലാം തീർത്ത് ഒരു കേസ് പോലും പെൻഡിങ് ഇല്ല. വളരെ സന്തോഷം തോന്നി. എനിക്കാണിപ്പോൾ 3-4 മാസം കൂടെ ഉള്ളൂ ഇനി സർവീസ്. പിരിയാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ അംഗീകാരം കിട്ടിയത് സ്റ്റേറ്റ് ഗവൺമെന്റിനാണല്ലോ, അത് വലിയ അംഗീകാരമായിട്ട് തന്നെ കണക്കാക്കുന്നത്. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അതനുസരിച്ച് ഇതിനുള്ള ഇപ്പോൾ മറ്റുള്ള പ്രോഗ്രാമുകളിൽ അതിനെ സ്വാധീനിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ള ഒരുമിച്ച് കഴിഞ്ഞാലേ ഈ ഒരു അവാർഡ് ഒരു പ്രചോദനം തന്നെയാണ്, നമ്മുടെ ജീവിതത്തിൽ തന്നെ സ്വാധീനിക്കും. സെയിൽ ടാക്സ് വകുപ്പിൽ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനായാണ് സർക്കാർ സർവീസിലെ ജോർജ് കുട്ടിയുടെ തുടക്കം. ഇവിടെ 2 വർഷത്തെ സേവനത്തിന് ശേഷം റവന്യൂ വകുപ്പിൽ LD ക്ലർക്കായി നിയമിതനായി. തുടർന്ന് പ്രമോഷൻ ലഭിച്ച അയ്യപ്പൻകോവിൽ, കാഞ്ചിയാർ വില്ലേജ് ഓഫീസുകളിൽ സേവനം ചെയ്തു. കാഞ്ചിയാർ വില്ലേജ് ഓഫീസറായിരിക്കെയാണ് അവിടെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത്. 23 വർഷത്തെ സേവനത്തിന് ശേഷം മെയ് മാസത്തിൽ ജോർജ് കുട്ടി സർക്കാർ സർവീസിന്റെ പടിയിറങ്ങും. രഞ്ജിനിയാണ് ഭാര്യ. മറിയം, അലൻ, സ്റ്റീവ് എന്നിവർ മക്കളാണ്. ഫെബ്രുവരി 24-ന് കണ്ണൂരിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങും. ഇടുക്കി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പശുമല എസ്റ്റേറ്റിൽ പരിശോധന നടത്തി. തോട്ടം മേഖല കേന്ദ്രീകരിച്ച് ലഹരിയുടെ ഉപയോഗവും അനധികൃത മദ്യവിൽപ്പനയും നടക്കുന്നുവെന്ന് എക്സൈസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. തോട്ടം മേഖലകൾ കേന്ദ്രീകരിച്ച് ലഹരിയുടെ ഉപയോഗം കൂടുന്നതായുള്ള മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലും വണ്ടിപ്പെരിയാർ തോട്ടം മേഖലകൾ കേന്ദ്രീകരിച്ച് അനധികൃത മദ്യവിൽപ്പന നടക്കുന്നുവെന്ന എക്സൈസ് സംഘത്തിന് കംപ്ലയിന്റ് പോർട്ടലിലൂടെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലുമായിരുന്നു പരിശോധന നടത്തിയത്. വണ്ടിപ്പെരിയാർ പശുമല എസ്റ്റേറ്റിലാണ് ഇടുക്കി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്നും മദ്യം വാങ്ങി പ്രദേശത്ത് എത്തിച്ച് അനധികൃത വിൽപ്പന നടത്തുന്നുവെന്ന പരാതിയും എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അനധികൃത മദ്യവിൽപ്പന കണ്ടെത്തുവാൻ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഇടുക്കി എക്സൈസ് ഓഫീസിലെ സ്പെഷ്യൽ സ്ക്വാഡ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നത്. കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 70ാമത് വാർഷികവും സ്തുത്യർഹ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപികയ്ക്കുള്ള യാത്രയപ്പ് സമ്മേളനവും 27-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന, ജില്ലാ, സബ് ജില്ലാ തലങ്ങളിൽ അഭിമാനാർഹമായ സ്ഥാനം നേടിയ പ്രതിഭകളെ ചടങ്ങിൽ അനുമോദിക്കും. പഠന മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള പ്രൊഫിഷ്യൻസി പ്രൈസ് വിതരണവും ചടങ്ങിൽ വെച്ച് നടക്കും. PTA പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് സുനു VR പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുമെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. സെപ്റ്റംബർ 2K24 മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 70ാമത് വാർഷികാഘോഷവും അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ വാർഷികാഘോഷവും സംയുക്തമായി
സ്കൂളിൽ വെച്ച് 2024 ഫെബ്രുവരി മാസം 27-ാം തീയതി രാവിലെ 10 മുതൽ നടത്തപ്പെടുകയാണ്. പ്രത്യേകാൽ സ്കൂളിൽ ഇതുവരെ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച ആദരണീയായ അധ്യാപിക യമുന മാമന് അതോടൊപ്പം യാത്രയയപ്പും കൂടെ നൽകപ്പെടുകയാണ്. ഈ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് അവറുകളാണ്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ആശ ആൻ്റണി, അതുപോലെ മറ്റ് ജനപ്രതിനിധികൾ, സാംസ്കാരിക നേതാക്കന്മാരൊക്കെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ എസ് സൂര്യലാൽ മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി, സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക യമുന മാമനെ ആദരിക്കും. കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ, ഓമന PS, സ്കൂൾ പ്രിൻസിപ്പൽ സിബി ജോസഫ്, സീനിയർ അസിസ്റ്റന്റ് ജിനീഷ് മാത്യു, ഷൈനമ്മ തോമസ്, ആസിഫ് KA എന്നിവർ സംസാരിക്കും. വാർത്താസമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ സിബി ജോസഫ്, ഹെഡ്മിസ്ട്രസ് സുനു VR, PTA പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി, അനുപമ ശ്രീകുമാർ, ദിവ്യ KR എന്നിവർ പങ്കെടുത്തു. റോഡിന്റെ വശങ്ങളിൽ പൈപ്പുകൾ ഇട്ടതും വാഹന ഗതാഗതം വർദ്ധിച്ചതും മൂലം പൊടിപടലത്തിൽ വീർപ്പുമുട്ടി ഉപ്പുതറ 10 ഏക്കർ മേഖലയിലെ ജനങ്ങൾ. തകർന്നു കിടക്കുന്ന 10 ഏക്കർ SC കോളനി റോഡിന്റെ വശങ്ങളിൽ താമസിക്കുന്നവരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ പാതയെ അവഗണിക്കുകയാണെന്ന ആക്ഷേപവും ശക്തമാണ്. ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഉപ്പുതറ 10 ഏക്കർ SC കോളനി റോഡിന്റെ വശങ്ങളിൽ ജൽജീവൻ മിഷൻ കുടിവെള്ള വിതരണത്തിന്റെ ഭാഗമായി പൈപ്പുകൾ സ്ഥാപിക്കാൻ കുഴികൾ എടുത്തത്. ഇതോടെ പൊടിപടലങ്ങൾ ഇവിടെ ഉയരാൻ തുടങ്ങി. കൂടാതെ മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ചെറുവാഹനങ്ങൾ 10 ഏക്കർ വഴി തിരിച്ചുവിട്ടിരിക്കുകയാണ്. വാഹന ഗതാഗതം കൂടിയതോടെ വലിയ തോതിൽ പൊടിപടലം ഉയരുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പാതയുടെ ഇരുവശങ്ങളിലെയും വീടുകൾ പൊടിയിൽ മുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. ഒപ്പം കൃഷിയിടങ്ങളിലും പൊടിപടലം വ്യാപിച്ചു കഴിഞ്ഞു. ഇതോടെ തങ്ങൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് യാതൊരു കാരണവശാലും ജീവിക്കാൻ മേലാത്ത അവസ്ഥ. അതുപോലെ പൊടിശല്യമാണ്. അവരുടെ കൃഷിഭൂമിയിലോട്ട് ഇറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പൊടിയാണ് ഉണ്ടാകുന്നത്. ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഒരു ഫണ്ട് പോലും ഇതിനെ വെച്ചിട്ടില്ല എന്നുള്ളത്. 3-4 വർഷമായിട്ട് ഒരു ഫണ്ട് പോലും ഈ റോഡിന് വെച്ചിട്ടില്ല എന്നുള്ളത്. കണ്ടമാനം കുണ്ടും കുഴിയും നിറഞ്ഞിരിക്കുന്ന റോഡാണ്. ഉപ്പുതറ പഞ്ചായത്തിൽ ഈ ഒരു റോഡ് മാത്രമാണ് ഇത്രയും മോശമായി കിടക്കുന്നത്. ഈ ഒരു പൊടി ഇപ്പോൾ ഈ വഴി തിരിച്ചു വിട്ടപ്പോൾ ഈ പൊടി ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയെങ്കിലും എന്തെങ്കിലും ഒരു നടപടി, അവരൊരു വെള്ളം ഒഴിച്ചിടുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നല്ലതല്ല. പൊടിപടലം രൂക്ഷമായതോടെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. റോഡിന്റെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന അങ്കണവാടി കുട്ടികളും ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത്. ത്രിതല പഞ്ചായത്ത് അധികൃതർ വർഷങ്ങളായി റോഡിനെ അവഗണിച്ചതോടെ യാത്രാക്ലേശത്തിനൊപ്പം പൊടിപടലം മൂലമുണ്ടാകുന്ന പ്രതിസന്ധിയും മേഖലയിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു. അധികൃതർ ശ്രദ്ധ ചെലുത്തി തകർന്നു കിടക്കുന്ന റോഡ് സഞ്ചാരി യോഗ്യമാക്കുന്നതിനൊപ്പം നിലവിലെ പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ നടന്നു വന്നിരുന്ന ഗണിതശാസ്ത്ര വകുപ്പിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് ഗുരുവന്ദനം സംഘടിപ്പിച്ചു. സപ്തതി ആഘോഷിക്കുന്ന അധ്യാപകരെ യോഗത്തിൽ ആദരിച്ചു. കൊച്ചിൻ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ PG ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന രജത ജൂബിലി ആഘോഷത്തിന്റെ 2ാം ദിവസമാണ് ഗുരുവന്ദനം പരിപാടി നടന്നത്. സപ്തതി ആഘോഷിക്കുന്ന ഡോക്ടർ AR രാജൻ, രമേശ് കുമാർ, മനോജ് MR, അമേരിക്കയിലെ ലിങ്കൺ നെബ്രാസ്ക സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ ജോൺ C മീകിൻ, റഷ്യയിൽ നിന്നുള്ള MV വോൾക്കോവ്, പോർച്ചുഗലിൽ നിന്നുള്ള J അൽമൈഡ, സ്ലോവേനിയയിൽ നിന്നുള്ള ഇസ്റ്റോക് പീറ്ററിൻ, വെസ്ന ഇസ്രിക്, R സ്ക്രക്കോവിസ്കി, തഞ്ച ഡ്രാവെക്, ഇസ്രയേലിൽ നിന്നുള്ള A ഗുഡന്മാർ തുടങ്ങിയവർ ആദരവേറ്റുവാങ്ങി. ഇന്നത്തെ ഈ വൈകിയ വേളയിൽ 5:30 കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ PG ശങ്കരൻ സാറ് ഗുരുവന്ദനം എന്ന പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. സപ്തതി ആഘോഷിക്കുന്ന ഡോക്ടർ AR രാജൻ, ഈ മെയ് മാസത്തിൽ റിട്ടയർ ആവുന്ന കേരള യൂണിവേഴ്സിറ്റിയിലെ ഗണിതശാസ്ത്ര വകുപ്പിന്റെ അധ്യക്ഷനായ ഡോക്ടർ രമേശ് കുമാർ, ഫ്യൂച്ചർ സ്റ്റഡീസിലെ ഡോക്ടർ മനോജ് ചെങ്ങാട് എന്നിവരുടെ റിട്ടയർമെന്റുമായി അനുബന്ധിച്ച് ഗവൺമെന്റ് കോളേജ് നൽകിയ ആദരവാണ് ഇവിടെ ഇപ്പം നടക്കുന്നത്. ഗുരുവന്ദനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ V കണ്ണൻ അധ്യക്ഷനായിരുന്നു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഡോക്ടർ പ്രകാശ് GN, ഡോക്ടർ അലൂഷ്യസ്, ടോജി ഡൊമിനിക്, സിബുകുമാർ, അമൽ ഷിബു, സിമി സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു.
കാഞ്ചിയാർ കൽത്തുട്ടി AM-LP സ്കൂൾ വാർഷികം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. കാഞ്ചിയാർ AM-LP സ്കൂളിന്റെ 66ാമത് വാർഷികാഘോഷം വിപുലമായ രീതിയിലാണ് സംഘടിപ്പിച്ചത്. ആസാദ് ഉത്സവ് എന്ന പേരിലായിരുന്നു പരിപാടി. പാഠ്യേതര രംഗത്ത് മികവ് പുലർത്തുന്ന സ്കൂൾ വിജയത്തിന്റെ പടവുകൾ ചവിട്ടിക്കയറിയതിന്റെ 66 വർഷങ്ങളാണ് പിന്നിട്ടത്. സ്കൂൾ വാർഷികാഘോഷം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. താരതമ്യേന കർഷകരും കർഷക തൊഴിലാളികളുമൊക്കെയായ കുടുംബങ്ങളിലെ മാതാപിതാക്കൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഇന്നത്തെ നമ്മുടെ മക്കളോടൊപ്പമാണ് ജീവിക്കുന്നത്. അവരുടെ അറിവുകളും കൂടെ നമ്മൾ കേട്ടുകൊണ്ടാണ് പഠിക്കുന്നത്. നമുക്കറിയത്തില്ലാത്ത പല കാര്യങ്ങളും ഇന്ന് അവരുടെ കയ്യിലേക്ക് ഒരു മൊബൈൽ കൊടുത്താൽ അവർ നമുക്ക് പറഞ്ഞു തരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു കുട്ടിയുടെ ഉണർന്നിരിക്കുമ്പോഴുള്ള ആ സമയങ്ങളിൽ 1/3 ഭാഗം മാത്രമേ നമ്മുടെ സ്കൂളിലെ അധ്യാപകർ അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്ന അധ്യാപകർ പാടുള്ളൂ. ബാക്കി 2% സമയവും നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കൾക്കൊപ്പം തന്നെയാണ് അവരുടെ ജീവിതം കഴിച്ചു കൂട്ടുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്വഭാവ രൂപീകരണം കുട്ടികളിലേക്ക് അവരെ പകർന്നെടുക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. വാർഷികാഘോഷം കുട്ടികളുടെ കലാ അഭിരുചികൾ മാറ്റുരയ്ക്കുന്ന സംഗമവേദിയായി മാറി. യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ജിനോ വാഴയിൽ അധ്യക്ഷനായിരുന്നു. കട്ടപ്പന AEO ഇൻചാർജ് സേവിയർ PJ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി ജോളി, ഗ്രാമപഞ്ചായത്ത് അംഗം ജോമോൻ തോമസ്, സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ജെസി, സിസ്റ്റർ എൽസീന, PTA പ്രസിഡന്റ് ഡോൺ ബോസ്കോ, MPTA പ്രസിഡന്റ് അഞ്ജു തോമസ്, ബോബി ജോർജ് എന്നിവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മാസ്റ്റേഴ്സ് അത്ലറ്റിക് ദേശീയ മീറ്റിൽ കേരളത്തിന് വേണ്ടി സ്വർണം നേടിയവരിൽ കട്ടപ്പന സ്വദേശിയും വെള്ളയാങ്കുടി കളപ്പുരയ്ക്കൽ സെബാസ്റ്റ്യൻ തോമസ് ആണ് റിലേ മത്സരത്തിലൂടെ കേരളത്തിനായി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. പൂനെയിൽ വെച്ച് നടന്ന 44ാമത് മാസ്റ്റേഴ്സ് അത്ലറ്റിക് ദേശീയ മീറ്റിലാണ് ഹൈറേഞ്ചിന് അഭിമാനമായി സെബാസ്റ്റ്യൻ തോമസ് കേരളത്തിനായി സ്വർണ്ണ മെഡൽ നേടിയത്. റിലേ മത്സരത്തിലായിരുന്നു നേട്ടം. കോട്ടയം, തൃശൂർ, മലപ്പുറം സ്വദേശികളാണ് റിലേ മത്സരത്തിൽ ഒപ്പമുണ്ടായിരുന്നത്. 73കാരനായ സെബാസ്റ്റ്യൻ തോമസ് വോളിബോളിലൂടെയാണ് കായിക രംഗത്തെത്തിയത്. കൃഷിക്കൊപ്പം വോളിബോളിനെയും പ്രണയിച്ചതോടെ പിൽക്കാലത്ത് അറിയപ്പെടുന്ന പ്ലെയറായി മാറുവാൻ ഇദ്ദേഹത്തിനായി. കായിക മേഖലയിൽ പ്രായം ഒരു പ്രശ്നമല്ല എന്നതിന് ഉദാത്ത മാതൃകയാണ് സെബാസ്റ്റ്യൻ. മത്സരത്തിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ വന്ന പിന്നെ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഒരു 20 വർഷമായി. അതിന് മുമ്പ് സ്റ്റേറ്റിൽ വരട്ടെ എല്ലാ സ്റ്റേറ്റ് പ്രൈസ് ഉണ്ട്. നാഷണൽ ഇത് ആദ്യം കിട്ടുകയാണ്. സ്പോർട്സ് മേഖല ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് സ്പോർട്സ് മേഖല അത്ലറ്റിക്സ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വോളിബോൾ കളിക്കായിരുന്നു. വോളിബോളിൽ ഇവിടെ ഇടുക്കി ജില്ലയിലെ മെയിൻ ഒരു കളിക്കാരനായിരുന്നു. അന്നത്തെ കാലത്ത് വടംവലി, സ്പോർട്സ് എല്ലാം ജയിപ്പിക്കുകയും ചെയ്യും. പിന്നെ ഞാൻ 10-22 വർഷം മൺപാറ സ്കൂളിൽ പിള്ളേരെ സ്പോർട്സിൽ പഠിപ്പിക്കാനായിട്ട് പോകുമായിരുന്നു. അവിടെ താമസിക്കുന്നു. അങ്ങനെ പ്രാക്ടീസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇത് ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പോകാൻ തുടങ്ങി. 80കളുടെ അവസാന ഘട്ടത്തിൽ മഞ്ഞപ്പാറ ക്രിസ്തുരാജ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി കായിക പരിശീലനം നൽകുവാനും സെബാസ്റ്റ്യൻ സമയം കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിലേക്ക് നിരവധി സുഹൃത്തുക്കളെ എത്തിക്കുവാനും മത്സരിപ്പിക്കുവാനും ഇദ്ദേഹത്തിനായി. കായിക പ്രതിഭകൾ ഏറെയുള്ള കട്ടപ്പനയിൽ ഗ്രൗണ്ടിന്റെ അഭാവം വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടെന്ന് സെബാസ്റ്റ്യൻ പറയുന്നു. സംസ്ഥാനതലത്തിൽ ലോങ് ജമ്പ്, ഹൈ ജമ്പ്, 200 മീറ്റർ ഓട്ടം എന്നിവയിൽ 1ാം സ്ഥാനം നേടിയാണ് ദേശീയ തലത്തിൽ മത്സരിച്ചത്. അന്നമ്മ സെബാസ്റ്റ്യനാണ് ഭാര്യ.
നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. നെടുങ്കണ്ടം ഹെഡർ സിസ്റ്റംസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 191, വിൽപ്പനയ്ക്ക് വന്നത് 53,538, വിൽപ്പന നടന്നത് 50,502, കൂടിയ വില 1,752, ശരാശരി വില 1,383. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 510 രൂപ, ഏലം കൂടിയ വില 1,350, ഏലം ശരാശരി വില 1,200, കാപ്പിപ്പരിപ്പ് 260, ഗ്രാമ്പു 975, കൊക്കോ 130, റബ്ബർ 143. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,750 രൂപ, വെള്ളി 76. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാമത് പട്ടയമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. മലയോര മേഖലയിൽ നിന്നുള്ള പട്ടയ അപേക്ഷകൾ സർക്കാർ വലിയ പ്രാധാന്യത്തോടെയാണ് പരിഗണിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. ചെറുതോണി ടൗൺ ഹാളിൽ നടന്ന ജില്ലാതല പട്ടയമേള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. UDF അധികാരത്തിൽ വന്നാൽ ഇടുക്കി ജില്ലയിലെ മുഴുവൻ ആളുകൾക്കും ഉപാധിരഹിത പട്ടയം നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇടുക്കി ജില്ലയോടുള്ള LDF സർക്കാരിന്റെ അവഗണനയാണ് ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാതിരിക്കുന്നത്. LDF നേതാക്കളുടെ കയ്യേറ്റം കോടതിയിൽ പറയണമെന്നുള്ളതുകൊണ്ടാണ് കോടതിയിൽ അഫിഡവിറ്റ് നൽകാതിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ്. കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ 1 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച റൂസ അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു നിർവഹിച്ചു. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിവരുന്നതെന്ന മന്ത്രി. പരിപാടിയിൽ വെച്ച് വുമൺ അമ്യൂണിറ്റി സെന്ററിന്റെയും സ്ത്രീകളുടെ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനവും നടന്നു. മൂന്നാർ സൂര്യനെല്ലിയിൽ വൻകിട റിസോർട്ടും 3 ഏക്കർ ഭൂമിയും ഒഴിപ്പിച്ചത് വ്യാജരേഖകൾ ചമച്ച വെള്ളൂക്കുന്നേൽ കുടുംബം കയ്യേറിയിരുന്ന ഭൂമി. നടപടി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.